പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഈ നിമിഷം തന്നെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവേ, ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് യേശുവിൻ നാമത്തിൽ റെയിൻ ഖാ ദാദുരിയാനാം സ്വൻഠലാറാം ധുനിയ കർത്താവ് എന്ന് സംസാരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്. കർത്താവ് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചിന്താഗതി വരട്ടെ. കർത്താവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുവാൻ കർത്താവ് തുറന്നു തരട്ടെ. അടിയനെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ് അടിയനെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരൊരിക്കലും ഇത് തമാശ രൂപത്തിൽ പറയുന്നതാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. തമാശയായിട്ട് നിങ്ങൾ കാണാനും നിൽക്കരുത്. നിങ്ങൾ ഇത് തമാശയായിട്ട് എന്താ പറയുക, കളിയാക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ ഇട വന്നു കഴിഞ്ഞാൽ എന്നോട് പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് പറയുക, അവർക്ക് ഉറപ്പായിട്ട് ശിക്ഷയുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് ദൂതുകൾ ഏറ്റെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അഹങ്കാരത്തോടെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ പാടില്ല. ഹല്ലേലൂയ. ഭയഭക്തിയോട് വേണം നിങ്ങൾ ഈ വീഡിയോസ് എന്നെ നിങ്ങൾ കേൾക്കാനെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. കാരണം പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതല്ല കേട്ടോ, ഞാൻ വെറുതെ പറയുകയല്ല. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഈ രാത്രി, ഇപ്പോൾ സമയം നേരം വെളുക്കാറായി, 3:30-4 മണിയിലേക്ക് കടന്നു. ഹല്ലേലൂയ. ലഖാ ദരാഖ സംഠേനിയ റംധുനിയ ലേഖോ ദൊറോൻ ധോനിയ സംഠേലിയ. പക്ഷെ കർത്താവ് സംസാരിക്കും. ഫയർ ഹോളി സ്പിരിറ്റ്. ദൈവം അതിശക്തമായിട്ട് ഇടപെടും. ഫയർ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നിനക്ക് അത് എതിർ പ്രാർത്ഥനയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. എന്നോട് കർത്താവ് പറയുന്നു, ചില വ്യക്തികൾക്ക് ഇത് തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ചില വ്യക്തികൾ ഇത് എന്താ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർ കേട്ടില്ലേലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ആവശ്യമുള്ളവർ മാത്രം ആമേൻ പറഞ്ഞ് എൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്, ഞാനത് പിടിക്കും, അത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്, ഞാൻ മാറേണ്ടതായിട്ടുണ്ട്, എൻ്റെ മക്കൾ മാറേണ്ടതായിട്ടുണ്ട്. ഓ റീഖാ തരാഖ സംഠേൽ അബറംധുനിയ റംധൂലിയ ഹസബ്ഠേലിയ. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആത്മീയ മണ്ഡലത്തിൽ റിലീസായി വരും. നിങ്ങൾക്ക് പല നന്മകൾ റിലീസായിട്ട് വരും. നിങ്ങളുടെ മക്കളിലേക്ക് ആ അനുഗ്രഹം പോകും. ഹല്ലേലൂയ. കാരണം ദൈവമായിട്ടുള്ള ഞാനും ദൈവമായിട്ടുള്ള ആ സംസാരമില്ലേ, അത് ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര ഹോളി സ്പിരിറ്റ് അതിൽ വ്യാപരിക്കും. നിങ്ങളുടെ വഴികൾ തുറക്കും. നിങ്ങളുടെ സാമ്പത്തികം പോകുന്നത് എന്നെ കർത്താവ് കാണിക്കുന്നു, അത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതിനെ ദൈവം സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ പോകുന്ന സാമ്പത്തികമില്ല, വെറുതെ ഇങ്ങനെ ക്യാഷ് നിങ്ങളുടെ കയ്യിലിരിക്കത്തില്ല, വെറുതെ ഇങ്ങനെ പോകുകയാണ്. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ മേഖലയെ കർത്താവ് ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഫയർ ഹോളി സ്പിരിറ്റ് പോകുന്ന സാമ്പത്തികത്തെ ക്ലോസ് ചെയ്യും. ഹല്ലേലൂയ. പിന്നെ കർത്താവ് പറയുന്ന, യേശുവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ യേശുവിനെ സ്വീകരിക്കുക. കർത്താവെ, ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി സ്വീകരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് പറഞ്ഞിട്ട് വേണം ഈ വീഡിയോസിൻ്റെ മുമ്പിൽ വന്നിട്ട് കേൾക്കാനും. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ച് ദൂതുകളെ പിടിക്കാനും ആമേൻ പറയാനും നിങ്ങൾ ഇരിക്കാൻ. ഹല്ലേലൂയ. തമാശയായിട്ട് ഇരിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇത് തമാശ കളിയല്ല. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ലേഖോ ദറാം സീന മദാലക ധുരിക സംഠേനിയ ലേഖ്രോനിയാനയ സംഠേലകറാം ധുനിയ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇത് ദുനിയാവുമായിട്ടുള്ള കണക്ഷനാണ്. ദുനിയാവ്. ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്.
ലേഖോ റധൂരിയ സംഠേനിയ റംധാനിയ റഘാദുരിക സംഠേ ബ്രൈൻ ടാലബാസിയ റെങ്കോ തരു കുസം ഠേല റംധോനിയ മിഘാസിയ റംധു ലഗാസി ക്രൈൻ ഠേലേബെ റംധു ഖുറാഖുസി ക്രൈൻ ഠേലോ റംധോനിയ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അത് കർത്താവിനോട് പറയുന്നത് ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയുകയാണ്. പല ദൈവസഭയ്ക്കെതിരെയും ദൈവസഭ പൂട്ടിക്കാനുള്ള പരിപാടികൾ പിശാച് പ്ലാനിടുന്നത് കർത്താവിനെ കാണിക്കുന്നു. ദൈവസഭ പൂട്ടിക്കളയണം. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അടുത്താണ് എതിരെന്ന് വിചാരിക്കും. നീ എന്നെ കേട്ടുകൊണ്ടിരിക്കണം, നീ വിചാരിക്കും നിന്നോടാണ് എതിരിടുന്നതെന്ന് നിൻ്റെ വിചാരം അല്ല. നീ വിശ്വസിക്കും, നിന്നോടല്ല പിശാച് എതിരിടുന്നത്. എടാ പൊട്ട, നിന്നോടല്ല എതിരിടുന്നത്, ദൈവസഭയോടാണ് ദൈവം എതിരിടുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവെ നന്ദി പറഞ്ഞേ. ദൈവസഭ, നീ എന്ന് പറയുന്ന വ്യക്തി ദൈവസഭയാണ്. എടാ ഞാൻ വെറുതെ പറയുമല്ല, 2026 ഈ മാസം ഉണർവിൻ്റെ സീസണാണ്. നീ ഉണ്ടല്ലോ ഫൈറ്റിങ്ങിന് വേണ്ടി തയ്യാറാവാൻ കർത്താവ് പറയുന്നു. എന്ന് വെച്ചാൽ സാത്താനുമായി ഫൈറ്റിങ്ങിന് വേണ്ടി നീ തയ്യാറാവണം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയാണ്, നീ ഫൈറ്റിനൊന്ന് നിന്ന് കൊടുത്താൽ മതി. നീ ഫൈറ്റിങ്ങിനൊന്ന് നിന്നാൽ മതി. നിനക്ക് വേണ്ടി ദൂതൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. നിൻ്റെ അപ്പുറയും ഇപ്പുറയും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കർത്താവ് എന്നെ കാണിക്കുക. നിൻ്റെ സാന്നിധ്യം, നീ ഒന്ന് കാല് കുത്തിയാൽ മതി. ഫയർ ഹോളി സ്പിരിറ്റ്. നീ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ അവിടെ ഒന്ന് നിന്നാൽ മതി. അങ്ങനെ ഒരു റേഞ്ചിലേക്ക് കർത്താവ് നിന്നെ മാറ്റുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ നിന്നാൽ നിൻ്റെ മുമ്പിൽ പുറകിൽ ഇങ്ങനെ ഫുള്ളും ദൂതന്മാരുടെ ഫൈറ്റിങ്ങാണ് ദൈവം എന്നെ കാണിക്കുന്നത്. അങ്ങനെ ഒരു മേഖല നിനക്ക് വേണ്ടി ദൈവം തുറക്കുക. നീ ഒന്നും ചെയ്യണ്ട. ഫയർ ഹോളി സ്പിരിറ്റ്. കാരണം നിന്നോടല്ല എതിരിടുന്നത്, ദൈവസഭയോടാണ് എതിരിടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവും ഈ ഒരു ബോധവും നിൻ്റെ തലയ്ക്കകത്ത് വേണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ഒരു ബോധം ദൈവസഭയോട് പിശാച് എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ദൈവസഭ. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു ദൈവസഭയാണ്, ദൈവത്തിൻ്റെ ആണിക്കല്ലാണ് ഞാൻ. ഹല്ലേലൂയ. നീയും അതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ഫോളോ ചെയ്തു വച്ചിരിക്കുന്ന നീയും ദൈവത്തിൻ്റെ ആണിക്കല്ലാണ്. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എടാ, അപ്പോൾ തകർക്കാൻ നോക്കുന്നത് ആരെയാണെന്നറിയോ? ദൈവസഭയാണ്. ദൈവസഭയെ തകർക്കാൻ നോക്കുന്നു. കാരണം നീ വിശ്വാസത്തിൽ വന്നപ്പോൾ നിനക്ക് ദൂത് കിട്ടി. നീ അനേക ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ, നീ മൈക്കിൽ പ്രസംഗിക്കുന്നെന്ന് ഞാൻ കാണുന്ന ദർശനങ്ങൾ കണ്ടുവെന്ന് നിനക്ക് ദൂത് കിട്ടി. നീ ഒരു മിറാക്കിളാണെന്ന് നിനക്ക് ദൂത് കിട്ടി. ശരിയല്ലേ? എന്താ അത് നടക്കാത്തേ? എന്താ നടക്കാത്തേ? എടാ, നീ ദൈവസഭയാണ്. ഇതാ നീ മനസ്സിലാക്കണ്ടേ. നിന്നെ ദൈവമുണ്ടല്ലോ എല്ലായിടത്തുനിന്നും മാറ്റിയിട്ട് ഒറ്റയ്ക്ക് പാർപ്പിച്ച് ഇങ്ങനെ പണിതിറക്കുക. ഹല്ലേലൂയ. നിന്നെ ഒറ്റയ്ക്ക് നിർത്തി ദൈവം പണിയുക. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. നീ നിൻ്റെ കണ്ണിൽ ചിലപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ഉണ്ടല്ലോ ഞാനൊരു കൂട്ടത്തെ കാണുവാണ്. ദൂതന്മാരുടെ ഒരു കൂട്ടത്തെ ഞാൻ കാണുക. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിൻ്റെ മുമ്പിൽ, പുറകിൽ, ഫ്രണ്ടിൽ ഫുള്ളും നീ ദൂതന്മാരുടെ കവറിങ്ങിലാണ് നിൽക്കുന്നത്. കർത്താവ് എന്നോട് അങ്ങനെ തന്നെ പറയുകയാണ്. നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്നെ തൊടാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ. യേശുവെ നന്ദി പറഞ്ഞേ. ഐ ലവ് യു ജീസസ് എന്നൊന്ന് പറഞ്ഞേ. ഐ ലവ് യു ജീസസ്. ഹല്ലേലൂയ.
ഞാൻ ദൈവത്തിൻ്റെ കവറിങ്ങിലാണ് നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ കവറിങ്ങിലാണ് നിൽക്കുന്നത്. ഓഹോ ലാറാബ സംഠൂനിയ റംഥേനിയ ലേഖാദുരിക സംഠേനിയ റെഖാദുരിക സംഠേലിയ ലേഖോ ബ്രാഖല ബ്രാൻഠാനിയ. ഫയർ ഹോളി സ്പിരിറ്റ്. ചിലപ്പം നിനക്ക് രോഗം ഉണ്ടായിരിക്കാം, പക്ഷെ നിൻ്റെ ശരീരത്തെ തൊടത്തില്ല. ഹല്ലേലൂയ. കർത്താവിനോട് പറയുകയാണ്, നിൻ്റെ പുറകിലൊരു അമ്പിരിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ പുറകിലിരിക്കുന്ന അമ്പ്, പക്ഷെ നിന്നെ തൊടത്തില്ല. നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഈ പൗലോസിൻ്റെ പുറത്ത് ഒരു അമ്പുണ്ടായിരുന്നു. അത് പൗലോസിന്, അതാണ് വെളിപ്പാടുള്ളവർക്കത് മനസ്സിലാവും. ഓ ആ ഹല്ലേലൂയ. പൗലോസിൻ്റെ പുറത്ത് ഒരു അമ്പുണ്ട്. എന്തിനാണെന്നറിയോ? അഹങ്കരിക്കാതിരിക്കാനാ. നിൻ്റെ പുറത്തിരിക്കുന്ന അമ്പില്ലേ, ആ അമ്പുണ്ടല്ലോ, നീ അഹങ്കരിച്ചു പോവും. അതുകൊണ്ടത് വെച്ചിരിക്കുക. ദൈവം വെച്ചിരിക്കുന്നത്, ദൈവം തന്നെ ഡയറക്റ്റ് അത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് നീ പൗലോസ് അല്ലാതെ ആവത്തില്ല. പൗലോസിൻ്റെ പുറത്ത് അമ്പുണ്ടെന്നും പറഞ്ഞ് പൗലോസ് അല്ലാണ്ടാവുമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറ. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. നീ അഹങ്കരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ പറഞ്ഞേ. നീ അഹങ്കാരിയാ, ശരിക്കും പറഞ്ഞ. അതെ, നീ അഹങ്കാരിയാ. ആ അഹങ്കരിച്ച് നീ പോവരുത്. പക്ഷെ നീ വീണ് പോകത്തില്ല. നിൻ്റെ പ്രൊട്ടക്ഷൻ മുഴുവൻ ദൂതന്മാരാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ദൂതന്മാരാ നിനക്ക് കാവലായി നിൽക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പറയണം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എത്ര ആഴങ്ങളിൽ എടുക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക, ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ഓ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവേ നന്ദി. ലേബോറാനിയാനിയ സംഠേനിയ റഖാദുരി ലേഖോദരാക സംഠേനിയ മറാക്കാറ്റലാബ ലേഖാദരാബ സീക്രൈൻഠേലിയ റെൻഥേനിയ ഹസബ്ഠേലിയ. ഫയർ ഹോളി സ്പിരിറ്റ്. നിനക്ക് വേണ്ടി ദൈവം ഒരു സഭയെ പണിതുകൊണ്ടിരിക്കുക. കർത്താവ് എന്നെ കാണിക്കുകയാണ്, നിനക്ക് വേണ്ടി ഒരു സഭ ദൈവം പണിയുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ഒരു ഇൻ്റർനാഷണൽ മിനിസ്ട്രി ദൈവം ഓപ്പൺ ആക്കുക. ആമേ പറയുന്നവർ പിടിക്കുക. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എന്നോട് ഹോളി സ്പിരിറ്റ് ഇടപെടുന്നു. നിനക്ക് വേണ്ടി നീ ഇതുവരെ കാണാത്ത ഇൻ്റർനാഷണൽ മിനിസ്ട്രി. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇൻ്റർനാഷണൽ മിനിസ്ട്രി നിനക്ക് വേണ്ടി ദൈവം ഓപ്പൺ ആക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നാ എനിക്ക് ഓപ്പൺ ആക്കുന്നത്? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ദൈവവേല ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. പക്ഷെ ആ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് വേണ്ടി ഇൻ്റർനാഷണൽ ഒരു ഹെവി അനോയിൻറ്റ് മിനിസ്ട്രി ദൈവം. നീ അവിടെ കാല് കുത്തിയാൽ മതി. ഹല്ലേലൂയ. നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ ദൈവം എന്നെ കാണിക്കുന്ന ഇങ്ങനെ ആളുകളിങ്ങനെ ഭൂതങ്ങൾ മറഞ്ഞു വീഴുന്നത് കാണിക്കുന്നു. നിന്റെ സഭ തകർന്ന വ്യക്തിയാണോ? എടാ, നിന്നെ ദൈവം അവിടുന്ന് മാറ്റിയത് എന്തിനാണെന്നറിയോ? നിന്നെ ഇങ്ങനെ റൂമിൽ കിടത്തി, റൂമിൽ ഒറ്റയ്ക്കാക്കി. ദൈവം നിന്നെ പണിത്. ഹല്ലേലൂയ. നിന്നെ പണിതിറക്കുക. നീ ഇവൻ്റെ പഴയ ആളല്ല. നിൻ്റെ സഭയിൽ ഞാൻ കാണുന്നുണ്ടല്ലോ, നീ നോക്കുമ്പോൾ ഭൂതങ്ങൾ അഴിയും. ഹല്ലേലൂയ. നിൻ്റെ നോട്ടം മതി. ഫയർ ഹോളി സ്പിരിറ്റ്. നീ നിൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വിടുതലാ. ഹല്ലേലൂയ. ഇതാ നിന്നോടുള്ള ദൂത്. കർത്താവ് അങ്ങനെ തന്നെ പറയുകയാണ്, നീ സഭയിൽ എത്തുന്നതിന് മുമ്പ് നീ വീട്ടിൽ നിന്ന്
മനസ്സിൽ പ്ലാൻ ചെയ്യുവാണ് ഞാൻ ഇന്ന് ആ സഭയിലേക്ക് പോകാനായിട്ട് നീ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഭൂതങ്ങൾ മറയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങൾ സൗഖ്യം. കാരണം നീ പോകുന്നതിന് മുമ്പ് ഈ ദൂതന്മാർ ആദ്യം പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഇങ്ങനെ ഒരു മിനിസ്ട്രിയാണ് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. അത് തുറന്നു കഴിഞ്ഞു. നീ അടുത്ത സ്റ്റെപ്പ് നീ കാല് വയ്ക്കുക. നീ അങ്ങോട്ട് കാല് വയ്ക്കുന്നതാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഞാനൊരു കാര്യം പറയുന്നുണ്ടല്ലോ, നിന്റെ സഭയെ തകർക്കാൻ വരുന്ന, ദുരുദ്ദേശമായിട്ട് വരുന്ന, നിനക്കെതിരെ തല പൊക്കുന്ന പാമ്പിനെ സ്പോട്ടിൽ തീർന്നു പോകും. ഇതാ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അവർ മിനിസ്ട്രി ചെയ്യുന്നവരാവാം, മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുള്ളവരാവാം. പക്ഷേ ഉണ്ടല്ലോ ദൈവം വെച്ചിരിക്കുന്ന ഒരമ്പുണ്ട്. ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ഒരമ്പുണ്ട്. നിൻ്റെ മിനിസ്ട്രിയെ തകർക്കാൻ വേണ്ടി ഏത് വ്യക്തി വന്നാലും, മനുഷ്യൻ്റെ അഹങ്കാരവും അല്ലെങ്കിൽ എന്താ പറയുക അസൂയ കൊണ്ട് നിൻ്റെ സഭയിൽ കയറി വന്ന് തകർക്കാൻ നോക്കിയാൽ ദൈവം ആ ശൂലത്തെ ഉണ്ടല്ലോ ഉള്ളിലേക്ക് ദൈവം ആഴത്തിലിറക്കി സ്പോട്ട് ഔട്ട് തീർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ ദൂത്. ഫയർ ഹോളി സ്പിരിറ്റ്. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുക. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ഇനി നിൻ്റെ സഭയെ തകർക്കാൻ നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അത് ചിരിച്ചോണ്ട് പറഞ്ഞേ, എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിയാറാം ഠേനിയ നിയാസം ഠേനിയ റെൻധോ ലിയാറോ സിഖറബല കസിഖ്രൈറ്റലിയ ഹെലഖുദിര കസം ഠേനിയ മറാക്കറ്റലബ യാബ്രോനിയ സെൻഖേ ദറാഖുസി റെസില ഖദറ ബല കറ്റലബ്രാൻറ്റനിയ മിസെബ്രോനിയാനിയ സെൻഖേ ലദറബസിയ. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിക്കുന്നത് ഇങ്ങനെ പറയുന്നത്, ഇൻ്റർനാഷണൽ മിനിസ്ട്രി ദൈവം ഓപ്പണാക്കുക. ഇൻ്റർനാഷണൽ മിനിസ്ട്രിയെ ദൈവം ഓപ്പണാക്കാൻ പോകുന്നത്. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ്റർനാഷണൽ മിനിസ്ട്രി. എടാ, നിന്നെ ആവശ്യമുള്ളത് ദൈവത്തിനാണ്. സത്യം അല്ല. നിന്നെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ആക്കത്തില്ലായിരുന്നോ? നിനക്ക് നല്ല ജോലിയൊക്കെ തന്ന് നിൻ്റെ ദൈവം എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നിർത്തത്തില്ലായിരുന്നോ? എന്താ നിന്നെ ഇപ്പോഴും അവിടെ നിർത്തി പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? ദൈവത്തിന് പ്ലാനുള്ളതുകൊണ്ട്, നിന്നെ ദൈവത്തിന് ആവശ്യമുള്ളതുകൊണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഐ ആം പ്രൊഫറ്റിക്കൽ ഒന്ന് പറഞ്ഞാൽ ഐ ആം പ്രൊഫറ്റിക്കലാണ്. നിന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കും. ആർക്കുമില്ലാത്ത ഗിഫ്റ്റുകളായിരിക്കും ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിൻ്റെ അടുത്ത് ദൈവം ഇടപെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ആർക്കും ഇല്ലാത്ത പ്രതികൂലങ്ങൾ നിനക്ക് വന്നില്ലേ? വെറുതെ നിന്നെ പഴിചാരിയില്ലേ? എന്താണെന്നറിയോ? സംതിങ് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നിന്നെ അങ്ങനെ പഴിചാരിയത്. നീ ദൈവത്തിൻ്റെ സംതിങ് സ്പെഷ്യലാണ്. ദൈവത്തിൻ്റെ ഫേവർ ആയതുകൊണ്ടാണ് നിന്നെ വെറുതെ ഇങ്ങനെ വിധിച്ചത്. ഹല്ലേലൂയ പറഞ്ഞേ. നിനക്കാരോടും ദോഷവും അല്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദോഷം ചിന്തിക്കുന്നതൊന്നും ഇഷ്ടമല്ല. മനുഷ്യരെ വിധിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അസൂയയില്ലാത്ത ആളാണ് കർത്താവ് എന്നെ കാണിക്കുന്നു. അസൂയയില്ലാത്ത ഒരാളാണ്. പേടിയില്ല. ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് നീ എന്താ ചെയ്തത്? നീ പ്രതികരിക്കാത്ത. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുക. നീ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് നീ പ്രതികരിക്കാത്ത. കർത്താവ് എന്നെ അങ്ങനെ തന്നെ കാണിക്കുന്നു. ഇതിനു മുമ്പ് നിനക്കൊരു പാസ്റ്റ് ഉണ്ട്.
ഹല്ലേലൂയ. ദൈവം നിന്നെ നിർത്തിയതാ, നിന്നെ അഭിഷേകം ഇട്ട് നിർത്തിയിരിക്കുന്നയാ. നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. നീ ദൈവത്തിൻ്റെ ഒറ്റ കോളിങ്ങിലായതുകൊണ്ട് മാത്രമാണ് നീ പ്രതികരിക്കാത്തതെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. ഇത് നിന്നോടാട്ടോ, നിന്നോട് തന്നെയാ. നീ ചിരിക്കുമൊന്നും വേണ്ട, ഇത് നിന്നോട് തന്നെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ ആരാണെന്നൊക്കെ ദൈവത്തിന് നന്നായിട്ടറിയാം. നീ ആരാണെന്ന് നീ നല്ല രീതിക്ക് അപ്പം ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനൊക്കെ അറിയാവുന്ന ആളാണെന്നും ദൈവത്തിന് നല്ല രീതിക്ക് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദൈവം നിന്നെ പിടിച്ചു നിർത്തിയതുണ്ടല്ലോ, നിൻ്റെ ഫാമിലിയെല്ലാം നിൻ്റെ ബ്രദർ, ആ ബ്രദറിന് നിൻ്റെ സിസ്റ്ററിനെല്ലാം കോളിംഗ് ഉണ്ട്. അങ്ങനെ തന്നെ കർത്താവ് പറയുന്നു. നിൻ്റെ ഫാമിലി എല്ലാവരും മിനിസ്ട്രിയിലേക്ക് വരുവാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തവരാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞേ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഓ ഓ ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ് കൈ കൂപ്പിയിട്ട് യേശുവേ നന്ദി പറഞ്ഞേ. എന്നോട് സംസാരിച്ചതിനായി നന്ദി പറഞ്ഞേ. നിങ്ങൾ അങ്ങനെ കൈ കൂപ്പിയിട്ട് യേശുവേ നന്ദി കർത്താവേ. ഇത് നിന്നോട് സംസാരിച്ചെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഇതെന്നോടാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. ഇതെന്നോടാണ് കർത്താവ് സംസാരിച്ചത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കെതിരെ നിയമങ്ങൾ കളിക്കത്തില്ല, കാരണം നിനക്ക് ഭയമില്ല. ചെറുപ്പം മുതലേ നിനക്ക് ഭയമില്ലാത്ത ഒരാളാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. ചെറുപ്പം മുതലേ നിനക്ക് ഭയമില്ല. ഭയം എന്താണെന്ന് പോലും അറിയത്തില്ല. അതാണ് ഒന്നാമത്തെ നിൻ്റെ കോളിംഗ്. കാരണം നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ടാണ് നിനക്ക് ഭയമില്ലാത്ത. ജയിലിൽ നിനക്ക് ഭയമില്ല, സത്യമല്ലേ? നിനക്ക് ജയിലിൽ ഭയമില്ല. നിനക്ക് പോലീസുകാരെ ഭയമില്ല, നിയമത്തെ നിനക്ക് ഭയമില്ല. ഈ ലോകത്തിൽ നിനക്ക് ആരെയും ഭയമില്ല. ആകെയുള്ള ഒരു അനുസരണ, യേശു നിന്നെ അറിഞ്ഞതും നീ യേശു ആണ് നിന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. യേശു നിന്നെ നിർത്തിയിരിക്കുന്നത്. എടാ നീ എല്ലാം ക്ഷമിക്ക്. ഹോ ഹല്ലേലൂയ. സത്യമല്ലേ ഞാൻ പറയുന്നത്? സത്യമല്ലേ ഞാൻ പറയുന്നത്? നീ വേറെ ആരുടെ വാക്ക് നീ വിശ്വസിക്കത്തുമില്ല, പറയത്തുമില്ല, കേൾക്കത്തുമില്ല. പക്ഷെ നീ യേശുവിൻ്റെ വാക്ക് മാത്രം നീ കേൾക്കും. യേശുവിനെ മാത്രം നീ അനുസരിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നീയാ ദൈവരാജ്യം, നീ തന്നെയാണ് ദൈവരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നീ ദൈവരാജ്യമാണ്. നിനക്ക് വിളിയുണ്ട്. നിൻ്റെ ലെവല്, നിൻ്റെ റേഞ്ച് മാറുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ റേഞ്ച് ദൈവം ഈ മോർണിംഗിൽ നിൻ്റെ റേഞ്ച്, നീ അടുത്ത റേഞ്ചിലേക്ക് നീ കടക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലാബോറിയാനിയാനിയ സംഠേനിയ ലഖാദരാക്ക സറ്റല ബ്രാൻറ്റാനിയ ലഖ. അതാ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വരെ പരിശുദ്ധാത്മാവ് ഇന്നെന്നോട് ഇടപെട്ട വചനമാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വരെ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ
അയാളെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, ആ ദേവാലയം നിങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നീയാണ്. പറഞ്ഞേ, ഞാനാണ്. ഒന്ന് പറഞ്ഞേ, ആ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞേ, ദൈവത്തിൻ്റെ ആലയം ഞാനാണ്. നിങ്ങൾക്കിപ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും? ആ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞേ, ദൈവത്തിൻ്റെ ആലയം ഞാനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ എൻ്റെ കൈ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞേ, ദൈവത്തിൻ്റെ ആലയം ഞാനാണ്. എൻ്റെ കൈ ടച്ച് ചെയ്ത് യേശുവിൻ നാമത്തിൽ ടച്ച് ചെയ്ത് ഫയർ ഹോളി സ്പിരിറ്റ്. ഈ കൈ ടച്ച് ചെയ്ത് അനോയിൻറ്റിങ് വീഴും. ഫയർ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആലയം ഞാനാണ്. ദൈവത്തിൻ്റെ തൂണ് ഞാനാണ്. എന്നെ തകർക്കുന്നവരെ ദൈവം തകർക്കും. പറഞ്ഞേ, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറ, എൻ്റെ കൈ തൊട്ടുകൊണ്ട് പറ, ഈ സ്ക്രീനിൽ നിങ്ങൾ തൊട്ടുകൊണ്ട് പറ, എന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ഈ കൈ തൊട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ, എന്നെ തകർക്കുന്നവൻ അവനെ ദൈവം തകർക്കും. കാരണം ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഫയർ ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിന്നെ പിശാചിന് ലക്ഷ്യം കൂട്ടമായിട്ട് നിന്നെ തകർക്കാൻ പിശാച് വരുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരിക്കലും നടക്കത്തില്ല. എടാ, ഈ കയ്യിൽ അനോയിൻറ്റിങ് ഉണ്ട്. ഞാൻ വെറുതെ പറയുമല്ല. നീ ടച്ച് ചെയ്തോ, ധൈര്യമായിട്ട് ടച്ച് ചെയ്യോ. നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ നീ ടച്ച് ചെയ്താൽ നിന്നെ ആർക്കും തൊടാൻ പറ്റില്ല. എടാ, ഇങ്ങനെയും തൊടാൻ പറ്റുമെന്ന്. ഞാൻ നിന്നെ ഡയറക്റ്റ് ഒന്ന് തൊട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ എൻ്റെ കൈ ടച്ച് ചെയ്യാം. ഫയർ ഹോളി സ്പിരിറ്റ്. അനോയിൻറ്റിങ് വീഴും. രോഗസൗഖ്യത്തിന് വേണ്ടി എനിക്ക് സൗഖ്യം രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് രോഗികൾക്ക് അതിന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് വീണ് കഴിഞ്ഞു. ഹല്ലേലൂയ. സാമ്പത്തികം നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ഇനി നിങ്ങളുടെ സാമ്പത്തികം പോകത്തില്ല. എല്ലാ മേഖലയും തുറന്നു. റേഞ്ച് വേറെയായി. റേഞ്ച് വേറെയായി. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, റേഞ്ച് വേറെയായി. അന്നോടെ വചനം എനിക്ക് വീണ്ടും വായിക്കാൻ തോന്നുക. വീണ്ടും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ തോന്നുക. 1 കൊരിന്ത്യർ 3:16 മുതൽ 17 വരെയുള്ള വാക്യം. നിങ്ങൾ എൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? എത്ര പവർഫുള്ളായിട്ടുള്ള വചനം. ഹല്ലേലൂയ. ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പവർഫുൾ വചനമാണ്. ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും. നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞേ, ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചാൽ അയാളെ എന്ത് ചെയ്യും? ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ ആരോടും ഒരവസരം ഞാൻ തരുവാണ്. ഇനി നിൻ്റെ ഹൃദയത്തിൽ ആരോടും വിദ്വേഷം വയ്ക്കരുത്, പക വയ്ക്കരുത്. ഇതൊരവസരമായിട്ട് നീ കൂട്ടിക്കോ. വിദ്വേഷവും പകയും അസൂയയും നീ വെച്ചാൽ, എടാ, ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണെന്ന് നീ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ആമേൻ പറഞ്ഞ്. വിശുദ്ധമായിട്ടുള്ളതാണ് ആ ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ആ ദേവാലയം നിങ്ങൾ തന്നെയാണ്.
ഹല്ലേലൂയ പറഞ്ഞേ. ആ ദേവാലയം ഞാനാണ്. ഹല്ലേലൂയ. ആ ദേവാലയം ഞാനാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ ഓടാനല്ല നിന്നെ പഠിപ്പിക്കുന്ന ദൈവം. നിന്നെ ഒറ്റയ്ക്കാക്കിയത് ഒരു പ്രശ്നം വരുമ്പോൾ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വിട്ടുപോ, അങ്ങനെയല്ല. ഇനി നിനക്ക് പ്രശ്നങ്ങൾ വരത്തേയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ലേബുറോനിയാനിയാനിയ സംഠേല കദറബല കസിയ റെൻഠേലിയ റഗ സബ്ഠലബ നിയാനിയ സിഖ്രാൻഠുലബ റസഡതലബ റെംഠോനിയാനിക സംഠേനിയ ലെഖാദരബാസിയ ഹസബ്ഠേലിയ. In the name of Jesus Christ, fire Holy Spirit. Touch Holy Spirit. Heal Jesus' name. Lebronianiania samtenia. Rakhudaraka samtenia. Brila brutalabusi kraintenia. Mikabrasi kratalabanasia. Fire Holy Spirit. Hallelujah. Librinia sekhedoro lorontonia. Sikhorabulia niania sabkhela darabasia. Fire Holy Spirit. Touch Holy Spirit. അതുപോലെ തന്നെ സങ്കീർത്തനം ദാവീദ് പറഞ്ഞ എന്താണെന്നറിയാം? ദാവീദ് പറഞ്ഞ ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 118:17 പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഇത് നിൻ്റെ ലൈഫിൽ റിലീസായി വരും. ഉറപ്പായിട്ട് ഈ വചനം നിൻ്റെ ലൈഫിൽ റിലീസായിട്ട് വരും. കാരണം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്നെ അമ്മയുടെ ഉദരബലത്തിൽ വെച്ച് തന്നെ ദൈവം അഭിഷേകം ചെയ്തതാണ്. നിൻ്റെ ആയുസ്സിനെ ദൈവം അവിടെ നിന്ന് ഇട്ടേക്കുന്നതാണ്. ഈ വചനം അത്ര പവർഫുള്ളാണ്. ആമേൻ പറഞ്ഞേ. നിൻ്റെ അമ്മയുടെ ഉദരബലത്തിൽ വെച്ച് തന്നെ നിൻ്റെ ദൈവം നിൻ്റെ മേൽ അഭിഷേകം ഇട്ടു. മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ മേൽ അമ്മയുടെ ഉദരബലത്തിലെ നിനക്ക് ദൈവം അഭിഷേകം ഇട്ടു. ഇനി നീ നിൻ്റെ ആയുസ് വരെ ഇതിങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും. ആമേൻ പറഞ്ഞേ. നിനക്ക് ദൈവം ഇട്ടിരിക്കുന്ന ആയുസ് വരെ കത്തി ജ്വലിച്ച് നിൽക്കും. വേറെ റേഞ്ചാണ്, വേറെ റിലമാണ്. നീ ഏറ്റെടുക്കണമെങ്കിൽ നീ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നീ ജീവിച്ചിരുന്നുകൊണ്ട് അതൊക്കെ കർത്താവ് പറഞ്ഞതാണ്. സങ്കീർത്തനം 118:17 ഇങ്ങനെ പറയുകയാണ്, ഞാൻ മരിക്കുകയില്ല. ദാവീദ് പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞതാ, ഞാൻ മരിക്കുകയില്ല. നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞേ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കും. ജീവിച്ചിരുന്ന നീ വർണ്ണിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പുറത്തെ വീട്ടിലെ മത്തായി ചേട്ടൻ്റെ പ്രവൃത്തിയല്ല നീ വർണ്ണിക്കേണ്ടത് കേട്ടോ. മുട്ടത്തലയും പാസ്റ്റർമാരുടെ വർണ്ണങ്ങളല്ല നീ വർണ്ണിക്കണ്ടേ. നീ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിനക്ക് ദൈവം ചെയ്തതും ദൈവത്തിനോട് നിനക്കുള്ള സ്നേഹം, ഒരു ബ്ലഡ് നിനക്ക്, ആ ബ്ലഡാണ് യേശു. ആ ബ്ലഡ് നിനക്ക് വേണ്ടിയിട്ട് ആ ബ്ലഡ് ആ ക്രൂസിലൂടെ ബ്ലഡ് ഒഴുകി തന്നെ ദൈവം കാണിക്കുക നിനക്ക് വേണ്ടിയിട്ട് കേട്ടോ. നീ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കണം. എടാ ജീവൻ കൊടുത്ത ആളാ. ഫുട്ബോൾ കളിയുടെ കഥയല്ല ഞാൻ പറഞ്ഞേ. ഇപ്പോൾ ഉള്ള കുട്ടികൾ എന്താ പറയുക, കളിക്കാരുടെ പുറകെ പോവുക. അവരാണ് അവരുടെ ഫാൻസും. അവരെ പറഞ്ഞ് ഇവർക്ക് നോവും.
എടാ അവരെയൊക്കെ ഈ ലോകത്ത് ജീവിക്കും. ദൈവം അവരെ സൃഷ്ടിച്ചത്, അവരുടെ ആയുസ്സിലിട്ടിരിക്കുന്നത് ദൈവം തന്നെയാണ്. അവരുടെ ഇവരുടെയൊന്നും ദൈവത്തിൻ്റെ ഒന്നും പുറകെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പൊട്ടനാവരുത് നീ, മനസ്സിലാവുന്നുണ്ടോ? നീ പാസ്റ്ററുടെ പുറകെ അല്ല നീ പോകണ്ടേ. നീ എൻ്റെ പുറകെ ഒരിക്കലും നടക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നീ എൻ്റെ പുറകെ നടക്കരുത്. ഞാൻ പറയുന്ന വാക്കുകൾ നീ വിശ്വസിക്കണ്ടേ. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അയ്യോ ആ പാസ്റ്റർ, ആ മൊട്ടത്തലയും പാസ്റ്ററാണ് എല്ലാം അവൻ്റെ. എടാ ആ ഹോളി സ്പിരിറ്റിനെയാണ് നീ വിശ്വസിക്കണ്ടേ. ദൈവവചനത്തിലാണ് നീ വിശ്വസിക്കണ്ടേ. കഴുതയാവരുത്. കർത്താവ് അങ്ങനെ തന്നെ പറയുക, കഴുതയാവാൻ പാടില്ല. അയ്യോ ബ്രദറെ, എല്ലാം എൻ്റെ അയാളാണ്, ആ കളിക്കാരനാണ് എൻ്റെ എല്ലാം, ആ നടനാണ് എൻ്റെ എല്ലാം. ഇപ്പോഴത്തെ പിള്ളേരുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. എന്തിനാ പേര് പറയാൻ പേടിയുണ്ടായിട്ടൊന്നും അല്ല. പേടിയെന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. എനിക്ക് ആരെയും വിധിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാം, പൊട്ടനായിട്ട് ജീവിക്കരുത്, പൊട്ടന്മാരാവരുത്. ഹല്ലേലൂയ. പറഞ്ഞേ, വിശ്വാസികൾ പറഞ്ഞേ, പൊട്ടന്മാരാവരുത്. നിൻ്റെ ഫേവറും നിൻ്റെ ലവറും ആരായിരിക്കണം എന്നറിയോ? ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. നിനക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നതാണ് ഹോളി സ്പിരിറ്റ്. നീ വിശ്വസിക്കേണ്ടത് എന്താണെന്നറിയോ? സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം എവിടെയുണ്ട്? പെട്ടകം എവിടെയുണ്ട്? ഓ ആമേ പറഞ്ഞ്, ആ പെട്ടകത്തെ ഞാൻ വിശ്വസിക്കും. ഹോളി സ്പിരിറ്റ് എവിടെയുണ്ട്? വിധിക്കാത്ത ഒരു അഭിഷക്തൻ എവിടെയുണ്ട്? കുറ്റം വിധിക്കാത്ത, ഓ നല്ലത് പറഞ്ഞു തരുന്ന, ഇതാ കർത്താവ് പറയുന്നത്. അയ്യോ എല്ലാം എൻ്റെ പാസ്റ്ററാണ്, എല്ലാം എൻ്റെ പാസ്റ്ററാണ്. അങ്ങനെയൊന്നും നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ ആരെയും അങ്ങനെ കൂടുതലായിട്ട് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ വൈഫാണ്, എല്ലാം എൻ്റെ മക്കളാണ്. എന്നിട്ടോ ഒരു വിഷയം വന്നപ്പോൾ പോയി ആത്മഹത്യ ചെയ്തു. എടാ നിനക്ക് മക്കളെ തന്നത് ആരാന്നറിയോ? ദൈവമാണ്. കഴുതപ്പൊട്ട പൊട്ടികളായിട്ടുള്ള കുറേ പേര് എന്നെ കാണുന്നുണ്ട്. നിൻ്റെ മക്കളെ നീ ആർക്കെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നറിയോ? മനുഷ്യനല്ല, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇങ്ങനെ നീ പറയണം. ആ ഹൃദയത്തേക്ക് ചോദിച്ചു, കർത്താവേ, എൻ്റെ ഉദരത്തിൽ ഉരുവാക്കിയത് നീയാണ്. എൻ്റെ മകനെ എൻ്റെ മകളെ തിരഞ്ഞെടുത്തത് നീയാണ്. കർത്താവേ, ഞാൻ അങ്ങേ ദൈവത്തിന് ഏൽപ്പിച്ചു തരുന്നെന്ന് നീ പറയണം. ഇപ്പം ആ നശീകരണമായി കിടക്കുന്ന ലെവലിൽ നിന്ന് ദൈവം ചേഞ്ചാക്കും. നിൻ്റെ ഒരു വാക്ക് മതി, നീ വിശ്വസിച്ച് പറയണം. എൻ്റെ കൂടെ പറഞ്ഞാലും മതി. നീ ഒരിക്കലും നിൻ്റെ മകനെയോ മകളെയോ അല്ല സ്നേഹിക്കണ്ടേ. കർത്താവേ എന്ന് വിളിക്കണം, യേശുവേ എന്ന് നീ വിളിക്കണം. ഒരു കുഞ്ഞു കൊച്ചിനെ വരെ അതിനെ സ്നേഹിക്കേണ്ട രീതിയുണ്ട്. നിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആരോടാ വേണ്ടതെന്നറിയോ? ഹോളി സ്പിരിറ്റിനോടാ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പ്രണയത്തിൽ കുടുങ്ങിപ്പോകുന്നു. എടി നിന്നോടാ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പറയുന്നത്. നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. നിന്നോട് ഞാൻ പറയുക, നിന്നെ ഉണ്ടല്ലോ സ്കൂളിൽ വിട്ടിരിക്കുന്നതും കോളേജിൽ വിട്ടിരിക്കുന്നതും പഠിക്കാനാ. നിന്നെ വശീകരിക്കാനുണ്ടല്ലോ പിശാച് കൂട്ടമായിട്ട് വരും. ആദ്യം നിന്നെ പല തന്ത്രത്തിലും നിന്നെ കൊടുക്കും. എന്നിട്ട് നിന്നെ എങ്ങനെയെങ്കിലും കഥ പറഞ്ഞ് ഫസ്റ്റ് നിന്നെ ഒരു കിസ് അടിപ്പിക്കും. സാത്താന നിന്നെ കൊണ്ട് കിസ് അടിപ്പിക്കുന്നത്. ഈ ഒറ്റ കിസ്സില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടുകൊണ്ടുള്ള കിസ്. ഈ കിസ്സിൽ എന്ത് സംഭവിക്കുന്നതെന്നറിയോ? നിൻ്റെ ഉമ്മുനീര്, പിശാചിൻ്റെ ഉമ്മുനീരും നിൻ്റെ ഉമ്മുനീരുമായിട്ട് എന്ത് ചെയ്യും? നീ ഒരു ദൈവമകളാ, നിന്നെ ആ പിശാചിന് ആവശ്യം. എടാ മോനെ, നിന്നെ ആവശ്യമുണ്ട്.
നിന്നെ പിശാച് ലക്ഷ്യം വയ്ക്കുന്നത് നിൻ്റെ കിസ് അവൾക്ക് കിട്ടണം. പിശാച് ബാധിച്ച എന്താ പറയുക, അലഞ്ഞു നടക്കുന്നില്ലേ പാരമ്പര്യമായിട്ട് കെട്ടിക്കിടക്കുന്ന അവൾ നിൻ്റെ ഒരു കിസ് മതി. അത് സാത്താനാണ് ആ കിസ് അടിപ്പിക്കുന്നത്. നിൻ്റെ ഉമ്മനീര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്താ പറയുക, ഇതിങ്ങനെ ചേരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നീ അതിൽ പെട്ടു. പകർച്ച വരും, പിശാചിൻ്റെ പകർച്ച വരും നിനക്ക്. നിന്നെ കിസ്സടിക്കാനല്ല സ്കൂളിലും കോളേജിലൊന്നും നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നീ ഇത് മനസ്സിലാക്കണം. നിന്നെ പ്രണയത്തിൻ്റെ കുടുക്കി ചാടിക്കാൻ പിശാച നിന്നെ പ്ലാൻ ഇടുന്നത്. നിനക്ക് വേറെ ഒരു കത്തനാരും ഇത് പറഞ്ഞു തരത്തില്ല. ഒരു മുട്ടത്തലയും പാസ്റ്ററും ഇത് പറഞ്ഞു തരുമോ? ഇല്ല. ഇത്രയും ഡയറക്റ്റിൽ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? നീ ഒന്നും പോയി കിസ്സടിക്കാനും ഇതിനൊന്നും പോയി ചാടരുത്. അനുഭവം കൊണ്ട് ഞാൻ പറയുക, നിന്നെ വശീകരിക്കാൻ നോക്കുന്നതാ. കുറേ വൃത്തികെട്ട സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ വൃത്തികേട് കാണിച്ച് എന്താ പറയുക, ദൈവമക്കളെ വശീകരിച്ച് കൊണ്ടുപോകുന്ന ആരുണ്ട്? പിശാചാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വസിക്കുന്നത്. വശീകരണമായിട്ട് വരും. നിൻ്റെ ബ്ലഡ് മാറണം. കർത്താവ് പറയാണ്, നിൻ്റെ ബ്ലഡാണ് മാറണ്ടേ. യേശുവിൻ്റെ ബ്ലഡായി മാറണം. പിണയില്ല, പിണ ചേരാൻ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് അതുകൊണ്ടാണ് നിനക്ക് എന്നും നടുവേദന. കർത്താവ് പറയുമോ, ഇണയില്ല പിണ ചേരുന്നതുകൊണ്ടാണ് നിനക്ക് നടുവേദന വന്നത്. ഇനിയെങ്കിലും നീ യേശുവിനെ വിളിക്ക്. പൊട്ടിയും പൊട്ടനും ആവരുത്. നിൻ്റെ ജോയിൻ്റ് തന്നെ തകർന്നു കിടക്കുമല്ലേ? നിൻ്റെ കുടുംബജീവിതം ഒരു സക്സസ് ഉണ്ടോ? ഇണയില്ല പിണ ചേർന്നത് കൊണ്ട് പിശാച് നിന്നെ കിസ്സടിച്ചാൽ, എടാ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നീ ബന്ധിക്കപ്പെടുക. നിനക്കൊരിക്കലും പുറത്തു വരാൻ പറ്റില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 പഠിക്കുന്ന കുട്ടിക്ക് ലവർ, അവരെന്നോട് ക്രഷുണ്ടോ എന്നോട് ചോദിക്കുക. ഹല്ലേലൂയ. പല കുട്ടികളും എന്നോട് ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിക്കുക. ഞാൻ പ്രൊഫറ്റിക്കലി എല്ലാം പറയും. എന്നോട് ചോദിക്കുന്ന കുട്ടികൾ എന്നോട് ചോദിക്കുന്നതാണ്, പാസ്റ്റർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചെറുക്കൻ എന്നോട് ക്രഷുണ്ടോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്നോട് ക്രഷുണ്ടോ പാസ്റ്റർ, ഫാദർ, ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഫാദർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അറിയേണ്ടത്. ക്രഷുണ്ടോ എന്ന് അറിയുന്നത്. അവർക്ക് എന്നോട് ക്രഷുണ്ടോ? എടാ, അതല്ല നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ദൈവവചനം പഠിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. നീ ഒരച്ഛനോ നീ ഒരു തന്തയോ തള്ളയോ ആയിക്കോട്ടെ, നീ ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനായി മാറണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നല്ല ദാനങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞ വാക്യോ, നല്ല ദാനങ്ങൾ മക്കൾക്ക് കൊടുക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. നല്ല ദാനങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ചില വ്യക്തികൾ പറയുന്നുണ്ട്, നീ നല്ലതാണോ ചെയ്തതെന്നൊരു ചിന്താഗതി എന്നെ ദൈവം കാണിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളാണ് എൻ്റെ കോളിങ്. നെഗറ്റീവ് ചിന്തിക്കുന്നതിൻ്റെ മൂക്കാമ്പത്തേക്ക് ഇടിക്കും ഞാൻ. ഹല്ലേലൂയ. അനുഭവങ്ങളാണ് ഗുരു. ഹല്ലേലൂയ. ദൈവം എന്നോട് പറയാണ്, എൻ്റെ അനുഭവത്തിലാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. കണ്ട പെണ്ണുങ്ങളുമായിട്ട് കിസ്സടിക്കാൻ പോയാൽ എന്ത് ചെയ്യുന്നറിയോ? ആ പിശാച് ശരീരത്തിൽ കയറും. ഹല്ലേലൂയ. ഇണയില്ല പിണ ചേരാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ആം അപ്പോസ്തലൻ, ഐ ആം പ്രൊഫറ്റിക്കൽ. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് എൻ്റെ ലെവല് മാറുകയാണ്, എൻ്റെ സ്റ്റാൻഡേർഡ്. ഞാൻ സ്റ്റാൻഡേർഡിലേക്ക് മാറുകയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ഞാനത് മനസ്സിലാക്കി. എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി.
അതാ എൻ്റെ കോളിങ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് ഫയർ ഹോളി സ്പിരിറ്റ്. അതാ നീ മനസ്സിലാക്കണ്ടേ നിൻ്റെ കോളിങ് എന്താണ്. നിന്നെ എപ്പോഴും കണ്ട സ്ത്രീകൾ വശീകരിക്കുന്നില്ലേ? എടാ നിനക്ക് കോളിംഗ് ഉണ്ട്. സ്ത്രീകൾ നിന്നെ വശീകരിക്കുന്നു, കണ്ട വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാർ നിന്നെ വശീകരിക്കുന്നു, തള്ളയായാലും നിന്നെ വശീകരിക്കാൻ നോക്കുന്നില്ലേ? വശീകരണത്തിൽ നീ വീണു പോകരുത്. ദൈവം എന്നോട് പറയുകയാണ്, വശീകരണത്തിൽ നീ വീഴരുത്. ഫയർ ഹോളി